അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾ രണ്ട് വിഭാഗം കുട്ടികളുണ്ട്. ഇത് നമ്മൾ അവരോട് നേരത്തെ പറയില്ല. ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ പഠിച്ചെടുക്കും, ചില കുട്ടികൾ പഠിച്ചെടുക്കാൻ താമസിക്കും. അപ്പൊ നമ്മൾ രണ്ട് കുട്ടികളെ നമ്മൾ ഇരുത്തി ഡ്രൈവിംഗിന്റെ ഓരോ പാഠങ്ങൾ, ഇപ്പം കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ബാലപാഠങ്ങളായിട്ട്, ഇപ്പൊ നമ്മൾ സ്റ്റിയറിംഗ്, എന്താണ് സ്റ്റിയറിംഗ്, എങ്ങനെ തിരിക്കണം, എങ്ങനെ കൈകൾ പിടിക്കണം, അതുപോലെ തന്നെ ക്ലച്ച് എങ്ങനെയാണ് ചവിട്ടേണ്ടത്, എങ്ങനെ ഇതെല്ലാം നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടാണ് നമ്മൾ അതിന്റെ വീഡിയോ ക്ലാസ് വഴിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ കാറിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് നമ്മൾ പറയുന്നത് ക്ലച്ച് നമ്മൾ എപ്പോഴും ചവിട്ടുന്നതും ഒറ്റ ചവിട്ടായിരിക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ചവിട്ടുമ്പോൾ അത് സാവധാനത്തിലായി പോകുന്നു. അപ്പൊ ആ സാവധാനത്തിലായി പോകുന്നത് പഠിപ്പിച്ച സാറിന്റെ കുഴപ്പമില്ല. സാറ് പറഞ്ഞത് പെട്ടെന്ന് ചവിട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചവിട്ടുമ്പം സാവധാനത്തിലായി പോകുന്നു. ചില കുട്ടികൾ ചവിട്ടുമ്പോൾ അത് രണ്ട് പാർട്ടായിട്ട് ചവിട്ടുള്ളൂ. ഒരു പകുതി ചവിട്ടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പകുതി ചവിട്ടുള്ളൂ. പക്ഷെ മറ്റേ കുട്ടിയെ സംബന്ധിച്ചോളം അവർ ഒറ്റ ചവിട്ടാണ്. അപ്പൊ അവർക്ക് ഇത്തരം അവയർനെസ് ക്ലാസ്സുകൾ വേണ്ട, വീഡിയോ ക്ലാസ്സുകൾ വേണ്ട, വോയിസ് ക്ലാസ്സുകളും വേണ്ട. അവർ ഓട്ടോമാറ്റിക്കായിട്ട്, അപ്പൊ അതിന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട് എന്നുള്ള പറയും. അപ്പോൾ ആ ഒരു കുട്ടിക്ക് സ്കില്ലുണ്ട് എന്ന് പറയുമ്പോൾ മറ്റേയാള് ഡ്രൈവിംഗിൽ യോഗ്യതയുള്ള കുട്ടിയല്ല എന്നല്ല അതിനർത്ഥം. ഏതൊരു കാര്യം, ഇപ്പൊ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ മാത്രമേ ആ കുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ പിറകിലോട്ടുള്ളൂ. പക്ഷെ മറ്റു കാര്യങ്ങളിൽ ആ കുട്ടി മുൻപിലായിരിക്കും. പക്ഷെ ആ ഒരു മേഖലയോട്ട് പോകുമ്പോൾ ഇവിടെ ഡ്രൈവിംഗിൽ മികച്ചു നിന്ന കുട്ടി അവിടെ താഴുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസിലൂടെ നമുക്കെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലായില്ലെങ്കിൽ നിങ്ങളെ മനസ്സിനകത്ത് തോന്നും, എന്നെ കൊണ്ട് പറ്റൂല, ഞാനങ്ങ് മതിയാക്കാം, എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്റെ കുഴപ്പം. അപ്പൊ എന്റെ കുഴപ്പം, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും റോഡിലോട്ട് നോക്കുന്നില്ല, ഞാൻ കുനിഞ്ഞു നോക്കുന്നതാണ് എന്റെ പ്രശ്നം. ഞാൻ ഓരോ ഉപകരണങ്ങളിൽ കുനിഞ്ഞു നോക്കുന്നു. ആ ഹാബിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആയി. അതല്ല എന്റെ പ്രശ്നം, ഞാൻ ക്ലച്ച് ചവിട്ടുന്നത് പെട്ടെന്നല്ല, സാവധാനത്തിലാണ്. നാളത്തെ ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആയി. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ക്ലച്ചിനെ എപ്പോഴും നമ്മൾ എവിടെ നിർത്തിയെടുക്കാൻ പാടുള്ളൂ? പകുതി, ഹാഫ് ക്ലച്ച്, ബൈറ്റിംഗ് പോയിന്റ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ ആയി പോകുന്നു? അത് സാറ് ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടു പ്രാവശ്യം പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ സാറ് ബഹളം ഉണ്ടാക്കിയിട്ടും ഞാൻ എടുക്കുന്നതെല്ലാം എങ്ങനെ ആയിപ്പോയി. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിരുന്ന് ഒരു കസേര ഇരുന്ന് നമ്മൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി പ്രാക്ടീസ് ചെയ്ത് വലത്തേക്കാല ആക്സിലേറ്റർ ആണ് സങ്കല്പിച്ചുകൊണ്ട് ക്ലച്ചിനെ നമ്മൾ പയ്യെ എടുക്കണം. എടുത്തിട്ട് അനങ്ങുന്ന ഭാഗത്ത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത് നമുക്ക് ക്ലിക്കാവും. പക്ഷെ അത് നമുക്ക് 1, 2, 3, 4 ദിവസം ക്ലാസ്സുകൾ ക്ലിക്ക് ആയില്ലെങ്കിൽ 5ാമത്തെ ദിവസം കറക്റ്റായിട്ട് ക്ലിക്കാവും. ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, ക്ലച്ചിന്റെ ആ ഒരു കറക്റ്റ് അത് കണക്ട് ആയോ, എഞ്ചിനുമായിട്ട് കണക്ട് ആയോ ചോദിച്ചു, പറഞ്ഞു കണക്ട് ആയോ എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഡിസ്കണക്ട് ആയോ? ഡിസ്കണക്ട് ആയി, അത് പറയുകയും ചെയ്തു. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ വണ്ടിയുടെ വേഗത കൂടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റോഡിൽ മറ്റു വണ്ടികളെ കാണുന്നതുകൊണ്ടായിരിക്കാം അത് നമുക്ക് അപ്പോഴും ക്ലിക്കാകാതെ പോകുന്നു. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്ന് ക്ലിക്കാവുന്നോ അന്നേ നമുക്ക് എന്താവുള്ളൂ? ഡ്രൈവിംഗ് ഓക്കെ ആവുള്ളൂ. നമുക്ക് നന്നായി തനിച്ച് നമ്മൾ കാർ ഓടിക്കുന്ന ഒരു സ്റ്റേജിലെത്തുള്ളൂ. പക്ഷെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇത്തരം അവയർനെസ് ക്ലാസ്സുകളുടെ പ്രസക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 30 ദിവസത്തെ ക്ലാസ്സുകളേ ഉള്ളൂ. അപ്പൊ 30 ദിവസം കൊണ്ട് ഡ്രൈവിംഗിൽ സ്കില്ലുള്ള കുട്ടിയാണെങ്കിലും സ്കില്ലില്ലാത്ത കുട്ടിയാണെങ്കിലും 30ന്റെ അന്ന് സാറ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നന്നായി പെർഫോം ചെയ്ത് കാണിക്കുന്ന കുട്ടികൾ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുള്ളൂ. അപ്പോഴും സാറ് നിങ്ങളെ ഹിസ്റ്ററികൾ ചോദിക്കില്ല. നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് മാനോവർ ഇല്ലാത്ത കുട്ടിയാണോ, നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് കുറവാണോ എന്ന് ചോദിക്കില്ല. സാറിന് അവിടെ ആവശ്യം പെർഫോമൻസ് ആണ്. നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളെ മാത്രമേ സാറ് പാസ്സാക്കുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. അപ്പൊ സാറ് പറഞ്ഞു ക്ലച്ചിന്റെ റിലീസിംഗ് പൊസിഷനിൽ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് സാറ് നമ്മളെ പറഞ്ഞു. അപ്പം നമ്മൾ അത് അവിടെ പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്ന് വീണ്ടും സാറിനെ കാണിച്ചാലേ നമുക്ക് പാസ്സാവുള്ളൂ. അപ്പോൾ സംഭവിക്കുന്ന ദിവസം പറഞ്ഞാൽ 30 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പെർഫോമൻസ് ഉയർത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഉയർത്താൻ കഴിയും. എങ്ങനെയാണ്? ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന അതേ പാഠങ്ങൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ വർക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ചില കുട്ടികളുടെ സാർ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു സാർ, ഞാൻ ബിസി ആയിരുന്നു സാർ, കോളേജ്, അതെല്ലാം ഓക്കെ, നിങ്ങൾ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾ മുൻഗണന കൊടുക്കുക. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ രാവിലെ ബസ്സിൽ കയറുന്നു, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അറിയിക്കുന്നു, ആ ടൈമിൽ നിങ്ങൾ ക്ലാസ്സിന് എത്തുന്നു, അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു.
അപ്പെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വീടിനകത്ത് എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ അത് വേണ്ടതുപോലെ ക്ലാസ്സിൽ പെർഫോമൻസ് ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സമയം നഷ്ടമായില്ലേ. പകരം നിങ്ങൾ അരമണിക്കൂർ ഡ്രൈവിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ, നമ്മൾ അയച്ച ഇപ്പൊ ക്ലച്ചാണ് പ്രശ്നം, ക്ലച്ചിന്റെ വീഡിയോ നമ്മൾ അയച്ചിട്ടുണ്ട്. ആ ക്ലച്ചിന്റെ വീഡിയോ കണ്ടു, നമ്മൾ കസേരയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തു, സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ആയി വന്നിട്ട് നിങ്ങളിവിടെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്റെ ഇക്വിപ്മെന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗിന്റെ ഇത് ഓടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സ്റ്റിയറിംഗ് ആണ് പ്രശ്നമെങ്കിൽ അതുണ്ട്, ഇൻഡിക്കേറ്ററിന്റെ പ്രശ്നമാണെങ്കിൽ അതുണ്ട്, സൈഡ് മിറർ ആണെങ്കിൽ അതുണ്ട്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയർ, ലിവർ, ഒരു വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ റോഡിൽ ഓടിച്ചപ്പം എന്തെല്ലാം പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് അത് ഇവിടെ റീപ്ലേ ചെയ്യണം. കാർ ഓടിക്കുന്നതിൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചിലപ്പം ആക്സിലേറ്റർ ഇങ്ങനെ ആയിപ്പോകും. നമുക്കിപ്പം 1 2 കൊടുത്തു തീർത്തിയാൽ മതി. ചില കുട്ടികൾ 1 2 കൊടുത്തു തീർക്കും, ചില കുട്ടികൾക്ക് പറ്റൂല, കൂടിപ്പോവും, കുറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരാൾ പ്രാക്ടീസിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പാണ്. വേറൊരു ലഘുവായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോ റോഡിൽ ഇറങ്ങുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും കാറുകൾ എവിടെ ഓടുന്നുണ്ട് റോഡിൽ. ഇവരാരും ഒരു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചവരല്ല. അവരെ ഹിസ്റ്ററി നമ്മൾ നോക്കാൻ പറയുമ്പോൾ ഞാൻ പഠിച്ചെടുക്കാൻ ഒരുപാട് പാടുപെട്ടു, എന്റെ ഒരുപാട് പൈസ പോയി, ഞാൻ പല സ്ഥലങ്ങളിലും പോയി, പക്ഷെ അവസാനം അവർ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടു. അപ്പൊ അതുപോലെ നമുക്കത് കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിന്ന് സമാധാനപ്പെടുക, നമ്മളവിടെ വിഷമിക്കരുത്, നമ്മൾ നിരാശരാകരുത്. നമ്മളിതൊരു കാർ ഗെയിമിനെ പോലെ ആയിട്ടെടുക്കണം. ഇന്ന് പറ്റില്ലെങ്കിൽ നാളെ ഞാൻ റെഡിയാക്കും. അപ്പൊ അങ്ങനെ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ അവരിന്ന് കരഞ്ഞുകളെ, അവർ ഡെസ്പാവും. അപ്പൊ അവിടെ കരയുക, ഡെസ്പാവുകയല്ല ആവശ്യം. ഇതെന്താണ് എന്റെ പ്രശ്നം? അപ്പൊ എന്റെ ആക്സിലേറ്റർ സ്റ്റേബിൾ ആവുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് പോയി ആക്സിലേറ്റർ സാങ്കല്പികമായി 1 2 3 അങ്ങനെ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരകയറാൻ കഴിയും, ഉറപ്പ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന്, നിങ്ങൾ 30 ദിവസം കൊണ്ട് നിങ്ങളെ ഒരു വാഹനം ഓടിക്കുന്ന സ്റ്റേജിൽ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പിന്മേൽ നമ്മൾ തുടങ്ങിയ ക്ലാസ്സാണ്. പക്ഷെ അവിടെ നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് ചില കുട്ടികൾ ഉയരാതാവുമ്പോഴത്തേക്കാണ് അവർക്ക് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പൊ അത്തരം ക്ലാസ്സുകളിലൂടെ കര കയറിയാലേ 30 ദിവസം കൊണ്ട് നമുക്ക് ആ വണ്ടി ഓടുന്ന സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ളൂ. ഈ ക്ലച്ചും ബ്രേക്കും ആക്സിഡന്റെല്ലാം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. ആ ഒരു സമയത്ത് അപർണയ്ക്ക് അഷ്ടമിയോട് കാര്യം പറഞ്ഞുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ഇപ്പോഴും പറ്റില്ല. കാരണം ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഏത് പോവും? ആക്സിലേറ്റർ പോവും, അല്ലെങ്കിൽ ക്ലച്ചിന്റെ ഏത് കൺട്രോൾ പോവും? ഹാഫ് ക്ലച്ച് കൺട്രോൾ പോവും. അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങളോട് ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടർ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ മൈൻഡിനെ സെപ്പറേറ്റ് ആക്കുന്നതാണ്. അപ്പൊ മറ്റൊരു രീതിയിലോട്ട് നിങ്ങളെ മൈൻഡ് മാറിയാലും കാറ് നേരെ പോകുന്നുണ്ടോ എന്നാണ് സാധനം. അപ്പൊ ആ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് എത്താൻ കഴിയും. അതിന് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വേഗതയിൽ ചെയ്യുക എന്നുള്ളതാണ്. വലിച്ചിഴ ചെയ്യാതെ എല്ലാ കാര്യങ്ങളും വേഗതയിൽ ചെയ്യുക. ഏത് കാര്യം ചെയ്യുമ്പോൾ റോഡിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചു തിരിക്കാനും എല്ലാം വേഗത വേണം. പക്ഷെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഞാൻ എപ്പോഴും വെട്ടിച്ചിരിക്കണമെന്നല്ല. ഒരു കാറിനെ നമ്മൾ കണ്ടു, ബസ് അടുത്തെത്തി, ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് വിട്ടു, റൈറ്റ് തിരിച്ചു, ലെഫ്റ്റ് തിരിച്ചു, റിട്ടേൺ ചെയ്തു. അത് ആ ഒരു വിതിൻ സെക്കൻഡ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ആ ഓടിക്കുന്ന ആളിന് വേണം. അവിടെ നമ്മൾ അച്ഛനോടോ അമ്മയോടോ ഫോൺ ചെയ്ത് ചോദിച്ചില്ല നമ്മൾ തിരിക്കുന്നത്. അപ്പൊ അവിടെ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്ത് കരകയറാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ഇവർ പറയുന്നത് മാനോവർ. അതുണ്ടോ? അപ്പൊ അതെല്ലാം നമുക്ക് ഈ 30 ദിവസം കൊണ്ട് വരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ എന്ത് പ്രശ്നമുണ്ടോ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കരകയറാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവൃത്തി പരിചയത്തിൽ നിന്ന് പറയുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും സൂപ്പർ ഗൈഡൻസ് ആണ്. പല സ്ഥലത്ത് പോലും നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടാറില്ല. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇവിടെ കിട്ടുന്ന അത്തരം ക്ലാസ്സുകൾ മറ്റൊരു സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. കാരണം ഇതെല്ലാം നമ്മൾ യൂട്യൂബിനകത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലച്ച് തുടങ്ങിയപ്പോൾ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് അതേ ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾ മറ്റൊരാളിനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വരണം. ഇപ്പൊ അത് വേണ്ട. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് യൂട്യൂബിൽ നിങ്ങൾ നോക്കുമ്പോൾ അന്ന് പഠിപ്പിച്ച അതേ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. അതുപോലുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ അതുപോലെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ കരകയറാൻ കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയുക. മറ്റേതെങ്കിലും സൊല്യൂഷനിലൂടെ ഞാൻ ആ ഒരു ലെവലിൽ നിങ്ങളെ എത്തിച്ചിരിക്കും. നിങ്ങളെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. നമ്മളെ പ്രതീക്ഷ 30 ദിവസം കൊണ്ട് അടിപൊളിയായി കാർ ഓടിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ 15 ദിവസത്തെ ക്ലാസ്സുകളാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. A to Z കാര്യങ്ങൾ വളരെ സമാധാനത്തിൽ പറഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഉദാഹരണം 4 ദിവസത്തെ ക്ലാസ്സുകളാണ്. 4ാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഗിയർ റിവേഴ്സ് ഗിയറിന്റെ ഗ്രൗണ്ടിൽ തനിച്ച് ഓടിച്ചതാണ്.
അതേ ക്ലാസ്സുകളാണ് വീണ്ടും നമ്മൾ റോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ 15 ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ 16ാം ദിവസം മുതൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തനി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി നിങ്ങൾ ഉയർത്തിയെടുക്കാം. സിമ്പിൾ എക്സാമ്പിൾ വീണ്ടും ഒരിക്കലും പറഞ്ഞു തരാം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എന്തിന് പഠിക്കുന്നു പറഞ്ഞ? ഏത് കഴിഞ്ഞു? TTC ആണ്. അധ്യാപിക ആകുമ്പോഴാണ്. അധ്യാപികയുടെ പ്രത്യേകത അറിയാമോ? എന്താണ്? എനിക്കറിയുന്നതാണ്. എല്ലാ ഡീപ്പായിട്ട് എനിക്കറിയില്ല. എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? വേറൊരു പ്രത്യേകത എങ്ങനെ? കുറച്ച് വ്യക്തമായിട്ട് പറയൂ. ഓക്കെ. അല്ലാതെ വേറൊരു പ്രത്യേകത? ഒരു കുട്ടി ക്ലാസ്സിൽ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി അവനുമായിട്ട് സാറ് അടി കൊടുക്കാതെ അവനുമായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. സാറിന്റെ മുഖമെല്ലാം കൊണ്ടങ്ങ് ചുവന്ന് പ്രശ്നങ്ങളായി. അടുത്ത പ്രാവശ്യം അടുത്തൊരു കുട്ടി ചോദിക്കുമ്പോൾ സാർ എങ്ങനെ ഇടപെടുക? അടുത്ത് മറ്റൊരു സംഭവം നടക്കാത്ത പോലെയൊക്കെ ഇടപെടുന്നു. അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. അപ്പൊ പെട്ടെന്ന് തന്നെ സാറിന്റെ ആ ഒരു ക്യാരക്ടറിനകത്ത് മാറ്റം വരുത്താൻ പറ്റും. അല്ലാതെ അന്നൊരു ദിവസം വീട്ടിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഒരു ദിവസം നമ്മൾ മിണ്ടൂല. ആ വഴക്ക് അങ്ങനെയല്ല. ആ വിതിൻ സെക്കൻഡ്സിനകത്ത് അത് കഴിഞ്ഞു. മനസ്സിലാവും. അപ്പൊ അതുപോലെയാണ് അധ്യാപകരെന്ന് പറഞ്ഞത്. അവിടെ അവര് തളർന്നു പോകില്ല. ഏത് രീതിയിൽ കുട്ടിയെ റെഡിയാക്കി എടുപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇത്തരം വീഡിയോകൾ. നിങ്ങളെ എല്ലാവരും ഈ വീഡിയോ ഇപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇന്നതൊരു ക്ലാസ് പെർഫെക്റ്റ് ആവാത്ത കൊണ്ടാണ്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ഒരു നിരാശ വേണ്ട. നിങ്ങൾ കറക്റ്റ് ആയാൽ മാത്രമേ ഡ്രൈവിംഗ് കറക്റ്റ് ആവൂ. നിങ്ങൾക്ക് ഡ്രൈവിംഗിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഇൻഫർമേഷൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളത് നോക്കിയാവും. അത്രയേ ഉള്ളൂ. അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അടിപൊളിയായിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഡ്രൈവിംഗ് എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് മാറിപ്പോയി. TTCക്ക് പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? രണ്ടുപേരും TTC ആണ്. നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങളുണ്ട് പഠിക്കാൻ? 6-7 പുസ്തകം. പുസ്തകത്തിന് എത്ര തിക്നെസ് ഉണ്ട്? ഇത്രയുള്ള 7 പുസ്തകങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ഡ്രൈവിംഗിൽ ഒരു 14 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരേ ഒരു പേപ്പർ. ആ 14 കാര്യങ്ങൾ അപർണ ടീച്ചർക്ക് പഠിക്കാൻ പറ്റിയ? കാണാതെ പഠിക്കുന്ന വണ്ടി ചെയ്യാൻ പറ്റിയ? കാണാതെ പഠിച്ച് അപർണ ടീച്ചർക്ക് വണ്ടി ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റിയോ? ഇല്ല. ഇതാണ്. അത് തറവാവാത്തോണ്ടാണ് അപർണ. അത് തറവാവുക. തറവായാൽ ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രൽ എന്ന് പറഞ്ഞത്. അത് അപർണ ചോദിച്ചാൽ ന്യൂട്രൽ ആണോ എന്നല്ല, ന്യൂട്രൽ ആക്കണം എന്നാണ്. ഒരു വണ്ടിയെ നിർത്തിയിട്ട് പോകുന്ന ഗിയറിലാണ്. അപ്പൊ ബ്രേക്ക്, ക്ലച്ച് ന്യൂട്രൽ ആക്കണം. ന്യൂട്രൽ ആയെന്ന് അറിയുന്നത് 3rd ഗിയർ ന്യൂട്രൽ, 4th ന്യൂട്രൽ. അങ്ങനെ ചെയ്യണം. ഇഗ്നിഷൻ സ്വിച്ച്, ആക്സിലറേറ്റർ, സ്റ്റാർട്ട്. ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് വരണം. ആ ഒരു ഫ്ലോ വന്നാൽ നിങ്ങൾ അടിപൊളിയായി. നാളെ നോക്കിയോ, നാളെ ഫ്ലോയും കൊണ്ടുവരുമോ? ഉറപ്പാണ്? അഷ്ടമിയോ? ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗിന്റെ പെർഫോമൻസ് എത്ര മാത്രം വരുന്നു നോക്കും. ശരി, പിരിയാം. ഹാപ്പി ആണല്ലോ? അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് എല്ലാത്തിന്റെയും പരിഹാരം. ഇവിടെയാണല്ലോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏത് ഡ്രൈവിംഗിനെ സംബന്ധിച്ച് ഏത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ ക്ലിയർ ചെയ്ത് തരും.